കോഴിക്കോട് കൊടുവള്ളിയിൽ ലീഗൽ സീറ്റിനെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു. MK മുനീർ ഒഴിയുന്ന സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് ജില്ലാ നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് തർക്കത്തിലേക്ക് കടന്നത്. ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി AP മജീദ് മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റും മുൻ MLAയുമായ VM ഉമ്മം മാസ്റ്റർ എന്നിവരാണ് സീറ്റിന് സമ്മർദ്ദം ശക്തമാക്കുന്നത്. KM ഷാജി, PK ഫിറോസ് എന്നിവരെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കാൻ ലീഗ് നേതൃത്വത്തിന് ആലോചനയുമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ലീഗിലും സീറ്റിനെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു എന്നൊരു വാർത്തയാണ് ഈ നിമിഷങ്ങൾ ലഭിക്കുന്നത്. കോഴിക്കോട് നിന്നാണ് ഈ ഒരു വാർത്ത ലഭിക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളിയിലാണ് ലീഗിൽ സീറ്റിനെ ചൊല്ലി തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. MK മുനീർ ഒഴിയുന്ന സീറ്റിനാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ജില്ലാ നേതാക്കളാണ്. ഇവർ രംഗത്തെത്തിയതോടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സീറ്റ് തർക്കത്തിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുന്നത്. ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്ററും ജില്ലാ സെക്രട്ടറി AP മജീദ് മാസ്റ്ററും മണ്ഡലം പ്രസിഡന്റും മുൻ MLAയുമായ VM ഉമ്മം മാസ്റ്റർ എന്നിവരൊക്കെയാണ് ഇപ്പോൾ സീറ്റിന് സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. KM ഷാജിയും PK ഫിറോസ് എന്നിവരെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കാനൊക്കെ ലീഗ് നേതൃത്വത്തിന് ആലോചനയുമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. എന്തായാലും സീറ്റ് തർക്കത്തിലാണ് ഇപ്പോൾ ഒരു തർക്കം രൂക്ഷമാകുന്നത്. സീറ്റിനെ ചൊല്ലി ലീഗിലാണ് ഇപ്പോൾ തർക്കം രൂക്ഷമാകുന്നത്. കോഴിക്കോട് കൊടുവള്ളിയിലാണ് ഇത്തരത്തിൽ സീറ്റിനെ ചൊല്ലിയുള്ള ഒരു തർക്കം രൂക്ഷമാകുന്നത്. പത്തനംതിട്ട കോൺഗ്രസിലും സീറ്റിനെ ചൊല്ലി തർക്കം. DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ രാജിവെച്ചു. അടൂരിൽ പരിഗണിച്ചില്ലെന്ന് ആരോപിച്ചാണ് ബാബു ദിവാകരൻ രാജിവെച്ചത്. CV ശാന്തകുമാറിനെ അടൂരിൽ ഉറപ്പിച്ചെന്ന വിവരം പുറത്തു വന്നതോടെയാണ് രാജി. അതേസമയം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളെ അംഗീകരിക്കില്ലെന്നും 4ാം തവണയും അടൂർ LDFന് തീറെഴുതി കൊടുത്തുവെന്നും ബാബു ദിവാകരൻ ആരോപിച്ചു. ഞാനിപ്പോ ഇന്ന് എന്റെ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് രാജിയെടുത്തു. കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി എക്കാലത്തും പാട്ട് പാടാനും ചെണ്ട കൊട്ടാനും ഒരു പ്രചാരകനായി ഞാൻ ഈ നിരത്തുകളിലൊക്കെ ഉണ്ടായി. നിർണായകമായി ഈ തെരഞ്ഞെടുപ്പിൽ അടൂരടക്കം ഓരോ മണ്ഡലവും വിലപ്പെട്ടതായതുകൊണ്ട് ജയിക്കാൻ ഒരു സ്ഥാനാർത്ഥി അടൂരിൽ കയറണം. പാർട്ടി അന്തസ്സോടുകൂടി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു ആളിനെ പാർട്ടി നിശ്ചയിച്ചു പറഞ്ഞാൽ എന്റെ അപേക്ഷ യോഗ്യത ഇല്ല എന്നുള്ള കാരണത്താൽ വെട്ടിക്കളഞ്ഞിരുന്നു. പക്ഷെ ആ സ്ഥാനാർത്ഥിയെ തന്നാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ പാട്ട് പാടും, ഞാൻ തെരുവിലിറങ്ങും, ഞാൻ വീട് കയറും, പോസ്റ്റ് ഒട്ടിക്കും എന്ന് രാജിയില്ല. അപ്പം പാർട്ടിയിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നീതി വേണ്ടേ? പാർട്ടിക്ക് ജയിക്കാനാണെങ്കിൽ അടൂരിൽ തന്നെ ഉണ്ട് സ്ഥാനാർത്ഥികൾ. ബാബു ദിവാകരനല്ല, അടൂരിൽ തന്നെ 6-7 പേരുണ്ട്. ബാബു ദിവാകരന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. പത്തനംതിട്ട കോൺഗ്രസിലും ഇപ്പോൾ സീറ്റിനെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയാണ്. DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരനാണ് രാജിവെച്ചിരിക്കുന്നത്. അടൂരിൽ പരിഗണിച്ചില്ല എന്നൊക്കെ ആരോപിച്ചാണ് ഇപ്പോൾ ബാബു ദിവാകരന്റെ രാജി തന്നെ. CV ശാന്തകുമാറിനെ അടൂരിൽ ഉറപ്പിച്ചു എന്നൊരു വിവരം പുറത്തു വന്നതോടെയാണ് ഇത്തരത്തിൽ രാജി പ്രഖ്യാപിച്ചത്. അതേസമയം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളെ അംഗീകരിക്കില്ല എന്നും 4ാം തവണയും അടൂർ LDFന് തീറെഴുതി കൊടുക്കുകയാണെന്നൊക്കെ ബാബു ദിവാകരൻ ആരോപിക്കുന്നുണ്ട്. എന്തായാലും സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ രാജിവെച്ചിരിക്കുന്നത്.